ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുഴുവനോടുള്ള മല്ലി, 4-5 വറ്റൽമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇതെല്ലാം നമുക്കൊരു പാനിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയും ജീരകവും ഒക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3-4 പീസ് ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് സവാള, പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മല്ലിയും ജീരകവും ഉണക്കമുളകും, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ ഇത്രയും അരഞ്ഞാൽ മതിയാവും. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വലിയ പീസാക്കി കട്ട് ചെയ്തത്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ്, അടുത്തതായി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തത് ഏകദേശം 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിടാം. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്